ഇന്നത്തെ നമ്മുടെ താരം എട്ടുകാലിയാണ് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയപ്പോഴാണ് എട്ടുകാലിനെ വെച്ച് ഇങ്ങനെയും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂലേ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ വായോ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്തെടുത്തേന്ന്. അതിനായിട്ട് ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഈ ക്രീപ്പ് പേപ്പർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ എട്ടുകാലിയുടെ ബോഡി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 2 റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഒട്ടിച്ചും കൊടുത്തു. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാനില്ല, നല്ല ക്യൂട്ട് കൊമ്പൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഇതിന്റെ കൈയും കാലും ഒക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കുള്ള എട്ടുകാലിയുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് തന്നെ സംശയമായി വരച്ചു വന്നു കഴിഞ്ഞപ്പോൾ. എന്തായാലും നനഞ്ഞതല്ലേ, ഇപ്പൊ കുളിച്ച് കയറാം, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ബാക്കിയും കൂടെയും ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അങ്ങനെ പെൻസിലിന് വരച്ചു വെച്ചിരിക്കുന്ന ഈ മാർക്കെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആടോ, ആ കർവ് ലൈൻസിന്റെ മേലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതിയല്ലോ. ഇനിയാണ് കേട്ടോ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് പോർഷൻ. ഈ വരച്ചു വെച്ചിരിക്കുന്ന ലൈൻസിന് മുന്നിൽ ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇത് തന്നെയാണ് ഈ ക്രാഫ്റ്റ് വീഡിയോന്റെ മെയിൻ ഒരു അട്രാക്ഷൻ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഡോട്ടുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ കൈയും കാലിന്റെയും ഏറ്റവും ടിപ്പിലേക്കൊന്നും മാർക്ക് ചെയ്ത് വരണമെന്നൊന്നുമില്ല. അതൊരു പെർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വരച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പെട്ടുകാലിയാണോ അല്ലെങ്കിൽ ഞണ്ടാണോ വേറെ എന്തെങ്കിലും ജീവിയാണോ എന്നൊക്കെ എനിക്ക് തന്നെ സംശയമായി. അതുകൊണ്ട് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് കണ്ട് ഒരു ഇൻസ്പിറേഷനൊക്കെ ആയി ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. നെക്സ്റ്റ് വീഡിയോ. ബൈ.